ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ ആയിരുന്നു. അതായത് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അവരുടെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് അസർട്ടൈൻ ചെയ്യുന്നത്, അതൊരു എക്സാമ്പിളൊക്കെ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ എക്സാമ്പിൾ നിങ്ങൾ നല്ല രീതിയിൽ ഓർത്തിരിക്കണം, കാരണം ഇനി വരുന്ന സെഷനിലും ആ എക്സാമ്പിളിനെ കോട്ട് ചെയ്തായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 ഗീ കേക്ക് പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ ഇൻകർ ചെയ്യേണ്ട കോസ്റ്റുകളാണ് അവിടെ പറഞ്ഞു തന്നത്. അതായത് മെറ്റീരിയൽ കോസ്റ്റ് ഇൻകർ ചെയ്യും, അതായത് നമ്മൾ ഒരു മിക്സ്ചർ ഓഫ് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, അതായത് ഷുഗർ, ദെൻ ഫ്ലോർ ആൻഡ് ഗീ. അപ്പോൾ അത്രയും ആ മെറ്റീരിയൽ കോസ്റ്റ് ഇത്ര kg ഇത്ര രൂപ വെച്ച് ടോട്ടൽ എത്ര മെറ്റീരിയൽ കോസ്റ്റ് ആവും. പിന്നീട് ലേബർ കോസ്റ്റ്, അതായത് ഒരു ദിവസം അവിടെ നമുക്ക് 5 വർക്കേഴ്സിനെ വേണം, അവർ 7 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യണം, ആൻഡ് വി ആർ ഗോയിങ് ടു പേ ദം ₹100 പെർ അവർ. അങ്ങനെ അവിടെ ടോട്ടൽ ലേബർ കോസ്റ്റ് ഇത്ര ആണ്. പിന്നീട് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് കോസ്റ്റിനെയാണ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്, ലൈക്ക് റെൻറ്റ്, സാലറി, ഡിപ്രിസിയേഷൻ, ഇൻഷുറൻസ് പ്രീമിയം, യൂട്ടിലിറ്റീസ്, അത് ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ചാർജസ്, ഇതിനെയൊക്കെയാണ് ഓവർഹെഡ്സ്. അതെല്ലാം കൂടി ഇത്ര രൂപ. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 100 കേക്ക്സ് കെയിം ടു 21,500. അതായത് ഇത്രയും 100 കേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് നമ്മളവിടെ കണ്ടുപിടിച്ച് വെച്ചു. എന്നിട്ട് പിന്നീട് ഒരു കേക്കിന് എത്ര രൂപയാവുമെന്നും കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ് ചെയ്തത്? 100 കേക്കിന് ₹21,500. ദെൻ ഹൗ മച്ച് ഫോർ 1 കേക്ക്? എന്ത് ചെയ്താൽ മതി? 21,500 ഡിവൈഡഡ് ബൈ 100 കേക്ക്സ്, ദാറ്റ്സ് ഈക്വൽ ടു ₹250. അതായത് ബിസിനസ്സിൻ്റെ ഓണറിന് ഒരു കേക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ₹215 ചിലവാകുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നീട് വിൽക്കാൻ നേരം പ്രോഫിറ്റും കൂടെ ഒക്കെ ആഡ് ചെയ്തായിരിക്കും വിൽക്കുന്നത്. ഇതായിരുന്നു അന്ന് പറഞ്ഞു തന്നിരുന്ന എക്സാമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസാണ്. ടേംസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് കോസ്റ്റ്, ദെൻ എക്സ്പെൻസ്, ദെൻ ലോസ്, ദെൻ എക്സ്പെൻഡിച്ചർ, ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി ആൻഡ് കോസ്റ്റിംഗ്. അപ്പോൾ ഇത്രയും ടേംസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടേംസും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. അതായത് കോസ്റ്റിംഗ് ഒരു ബേസ് കിട്ടണമെങ്കിൽ ഇതെന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുകയും വേണം. പിന്നെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതെല്ലാം 2 മാർക്സിനും 1 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ആയിരിക്കില്ല ഒരിക്കലും പഠിക്കുന്നത്. ഇത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും 1 by 1 ആണ്, എന്താണ് നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചേക്കണം. സോ ഫസ്റ്റ് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് കോസ്റ്റ്. എന്താണ് കോസ്റ്റ്? കോസ്റ്റിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന എക്സ്പെൻസാണ്. നിങ്ങൾ തോന്നും കോസ്റ്റും എക്സ്പെൻസും നമ്മൾ ഏകദേശം ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുന്ന 2 ടേംസാണ് അല്ലേ? പക്ഷേ ഇത് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുമെങ്കിലും ഇത് രണ്ടും സെയിം അല്ല. ദേ ആർ നോട്ട് സിനോണിമസ്. ദർ ഇസ് സം ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ടേംസ്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 2 ടേം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം കോസ്റ്റ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് കോസ്റ്റ് അറിയാമല്ലോ. Cost means the amount that has to be paid or spent to buy or obtain something. അപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം വാങ്ങാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ എമൗണ്ടിനെയാണ് സാധാരണ നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു കാർ വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ കാറിൻ്റെ പ്രൈസ് ₹5,00,000 ആണ്. ദാറ്റ് ₹5,00,000 ഇസ് ദി കോസ്റ്റ് ഓഫ് ദാറ്റ് കാർ. അതിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ 100 കേക്ക് ഒരു ദിവസം ബേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ 100 കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചത്? മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ലേബർ കോസ്റ്റ് ഉണ്ട്, ഓവർഹെഡ്സ് ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ ₹21,500. അതാണ് 100 കേക്ക് ബേക്ക് ചെയ്യാനുള്ള കോസ്റ്റ്. ഇതിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ കോസ്റ്റ് ഇസ് എൻ എമൗണ്ട് ദാറ്റ് ഹാസ് ടു ബി പെയ്ഡ് ഓർ സ്പെൻഡ് ടു ബൈ ഓർ ഒബ്റ്റെയിൻ സംതിങ്. ദെൻ കോസ്റ്റ് ഇസ് എ ടോട്ടൽ ഓഫ് എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ്. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിനെ കുറിച്ച് മാത്രമായിരിക്കില്ല പഠിക്കുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ്, ലൈക്ക് മാനുഫാക്ചറിങ് ബിസിനസ്, ട്രേഡിംഗ് ബിസിനസ് ആൻഡ് സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ്. ഇവരെല്ലാവരും അവരുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനി എന്ന് പറയുന്നത് സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. അപ്പോൾ അവർ ഒരു കസ്റ്റമറിന് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് കോസ്റ്റ് ആവും. അപ്പോൾ എനിക്ക് മലേഷ്യയിലേക്കൊരു ടൂറിന് പോകണമെങ്കിൽ ഞാൻ ഈ ട്രാവൽ ഏജൻസീനെ അപ്രോച്ച് ചെയ്യും. ഇപ്പോൾ ട്രാവൽ ഏജൻസി പറയും മലേഷ്യയിലേക്കുള്ള ഫ്ലൈറ്റ് ഇതാണ്, നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഫ്ലൈറ്റ്. പിന്നെ അവിടെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ എല്ലാവരും അറേഞ്ച് ചെയ്യും. പിന്നീട് അവിടുത്തെ ഹോട്ടൽ ബുക്കിങ്സ്, അവിടുന്ന് ഫുഡ് കഴിക്കേണ്ട റെസ്റ്റോറൻറ്റ്സ്, ഇതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് ചാർജ് ചെയ്യും. എന്തിനാണ് ചാർജ് ചെയ്യുന്നത്? കാരണം അവർ കുറേ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. അവർക്ക് റോ മെറ്റീരിയൽ ഒന്നുമില്ല, ബാക്കി എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം ഇൻകർ ചെയ്യണം. അതായത് അവരൊരു റെൻറ്റഡ് ബിൽഡിങ്ങിലായിരിക്കും ഫംഗ്ഷൻ ചെയ്യുന്നത്, അവിടെ സ്റ്റാഫ് കാണും, പിന്നീട് അവിടെ യൂട്ടിലിറ്റീസ് പേ ചെയ്യണം, ഇൻഷുറൻസ് പ്രീമിയം കാണും. അപ്പോൾ അവർ സ്പെൻഡ് ചെയ്യുന്ന ഈ ഓരോ എമൗണ്ടും അവർ കസ്റ്റമേഴ്സിൻ്റെ നിന്നാണ് ചാർജ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് എത്ര ചാർജ് ചെയ്യണമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ചാർജ് ചെയ്യേണ്ട
ആ എമൗണ്ടിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോഴും കോസ്റ്റ് ഉണ്ടാവും, ഒരു സർവീസ് റെൻഡർ ചെയ്യുമ്പോഴും കോസ്റ്റ് ഉണ്ടാവും. So it represents the resources that has been sacrificed to attain a particular objective. വേറെ രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിസോഴ്സ് ദാറ്റ് ഹാവ് ബീൻ സാക്രിഫൈസ്ഡ് ടു അറ്റൈൻ എ പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്. അതായത് എനിക്ക് ഒരു കേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് സ്പെൻഡ് ചെയ്യണം? 21,500 റുപ്പീസ് സ്പെൻഡ് ചെയ്യണം. സാക്രിഫൈസ് ചെയ്തെങ്കിലേ എൻ്റെ ഒബ്ജക്റ്റീവായ കേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. കേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്നും പ്രോഫിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കും. അതാണ് സാക്രിഫൈസ്. അല്ലെങ്കിൽ ഞാൻ 5 ലക്ഷം രൂപ കൊടുത്തൊരു കാർ വാങ്ങിച്ചാൽ 5 ലക്ഷം രൂപയാണ് ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നത്. അതിന് പകരം എനിക്ക് എന്ത് കിട്ടും? പേഴ്സണലായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് സ്വന്തമായി കാർ ഡ്രൈവ് ചെയ്ത് എനിക്ക് എവിടേക്കാണ് പോകേണ്ടത് അവിടെ എല്ലാം പോകാൻ സാധിക്കും. അതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. അതിനുവേണ്ടി ഞാൻ ഇത്ര എമൗണ്ട് സാക്രിഫൈസ് ചെയ്യുന്നത്. ആ സാക്രിഫൈസ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയാറുള്ളത്. പിന്നെ ഡെഫിനീഷൻ എന്താണെന്ന് ICMA ലണ്ടൻ പറയുന്നൊരു ഡെഫിനീഷനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇറ്റ്സ് എ മെഷർമെൻറ്റ്. കോസ്റ്റ് ഇസ് ദി measurement in monetary terms of the amount of resources used for the purpose of production of goods or rendering services. അതായത് ഞാൻ കേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 21,500 റുപ്പീസ് സ്പെൻഡ് ചെയ്തെന്ന് പറയുന്നില്ല. മെറ്റീരിയലിന് ഇത്ര രൂപ, ഇറ്റ്സ് മെഷറബിൾ. ലേബർ കോസ്റ്റ് ഇത്ര രൂപ, ഇറ്റ്സ് മെഷറബിൾ. അപ്പോൾ ഓരോ കോസ്റ്റ് എന്താണ്? മെഷറബിൾ ആണ്. വി ക്യാൻ മെഷർ ഇറ്റ് ഇൻ മോണിറ്ററി ടേംസ്. ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചേക്കേണ്ടത്. പിന്നെ എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഞാൻ ഒന്നുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്. കോസ്റ്റ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് മണി എ കമ്പനി അലോക്കേറ്റ് ടു പ്രൊഡ്യൂസ് ഐറ്റംസ് ഓർ അക്യൂർ മെർക്കൻഡൈസ് ഫോർ റീസെയിൽ. ഒന്നി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസുകൾ എല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുന്നു. അതായത് നമ്മുടെ ആ കേക്കിൻ്റെ കോസ്റ്റ് പോലെ. പിന്നീട് അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു ട്രേഡിംഗ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ ട്രേഡിംഗ് ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനുള്ള കോസ്റ്റ് എത്രയാണ് എന്ന് നടത്തിക്കൊണ്ട് പോകുന്ന കോസ്റ്റ് എമൗണ്ടിനെയാണ്, ഉണ്ടാകുന്ന ചിലവുകളെയാണ് എന്തെന്ന് പറയുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് കോസ്റ്റ് ഇസ് ഇൻ്റർചേഞ്ചബിൾ വിത്ത് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓർ പ്രൊഡക്ഷൻ ചാർജ്. ഈ കേസിലെല്ലാം നമുക്കിതിന് എന്തെന്ന് പറയാം? ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലെ കോസ്റ്റാണ് കണ്ടുപിടിക്കുന്നതിന് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്നോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചാർജ് എന്നോ പറയാം. നമ്മുടെ ആ കേക്കിൻ്റെ 21,500 എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് മാനുഫാക്ചറിങ് കോസ്റ്റ്, അല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് എസ് ദി പ്രൊഡക്ഷൻ ചാർജ്. പിന്നീട് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് മെറ്റീരിയൽ കോസ്റ്റ്. നമ്മുടെ കേക്കിൻ്റെ മെറ്റീരിയൽസ്, ഫ്ലോറിൻ്റെ കോസ്റ്റ്, ഷുഗറിൻ്റെ കോസ്റ്റ്, പിന്നെ മെറ്റീരിയൽ കോസ്റ്റ്. പിന്നീട് ലേബർ കോസ്റ്റ്. ലേബറേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 5 വർക്കേഴ്സ് 7 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യും. അവർക്ക് നമ്മൾ പെർ അവർ 100 രൂപ കൊടുക്കണം. അതാണ് ലേബർ കോസ്റ്റ്. പിന്നീട് ഇൻഡയറക്റ്റ് ചാർജസ് ലൈക്ക് റെൻറ്റ്, ഡിപ്രിസിയേഷൻ, ഇൻഷുറൻസ് പ്രീമിയം, സാലറി, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് കോസ്റ്റ്. കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നീട് അടുത്തത് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദാറ്റ് പോർഷൻ ഓഫ് ദി കോസ്റ്റ് വിച്ച് ഹാസ് ബീൻ കൺസ്യൂംഡ് ഡ്യൂറിങ് ദി കറണ്ട് അക്കൗണ്ടിങ് പീരീഡ് ആൻഡ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് സംതിങ് ടു ദി റവന്യൂ. എക്സ്പെൻസ് എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ ഒരു പോർഷനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഞാൻ മുമ്പേ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഒരു കാർ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 5 lakh റുപ്പീസ് സ്പെൻഡ് ചെയ്യുന്നു. ആ 5 lakh എന്ന് പറയുന്നത് കോസ്റ്റാണ്. പക്ഷേ അതിനെ 5 lakhന് നമുക്ക് എക്സ്പെൻഡിച്ചർ എന്ന് പറയാൻ പറ്റില്ല. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പോർഷൻ ഓഫ് കോസ്റ്റ്. അതായത് കോസ്റ്റായ 5 lakhൻ്റെ ഒരു പോർഷനാണ് എക്സ്പെൻഡിച്ചർ. അതെന്തായിരിക്കും? സാധാരണ അസറ്റിന് കാർ ഇസ് എൻ അസറ്റ്. അപ്പോൾ അസറ്റിൻ്റെ ഒരു പോർഷൻ, ഈ കാർ 10 വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അതിൽ ഒരു വർഷത്തെ പോർഷൻ എന്ന് പറയുന്നത് 50,000 റുപ്പീസ്. ആ 50,000 റുപ്പീസ് ഡിപ്രിസിയേഷൻ ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് expense is that portion of the cost which has been consumed during the accounting period and has been contributed something to the revenue. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രക്ക് അല്ലെങ്കിൽ നമ്മളൊരു ഈ നമ്മുടെ കേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പല ബേക്കറികൾക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു മിനി വാൻ വാങ്ങിയെന്ന് വെച്ചോ. ആ വാൻ അതിൻ്റെ ഫുൾ കോസ്റ്റ്, ആ വാനിന് 8 ലക്ഷം രൂപയായെങ്കിൽ 8 ലക്ഷം രൂപയും ഈ വർഷത്തെ എക്സ്പെൻസായിട്ട് കരുതാൻ പറ്റില്ല. അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ഈ വർഷത്തെ എക്സ്പെൻസായിട്ട് കരുതാൻ പറ്റൂ. കാരണം ഈ വർഷം അത് തരുന്ന ബെനിഫിറ്റ് അത് മാത്രമേ നമുക്ക്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ഈ പിന്നൊരു വാൻ ഉണ്ടായതുകൊണ്ട് നമ്മളുടെ എന്ത് ഇൻക്രീസ് ആവും? നമ്മുടെ റവന്യൂ ഇൻക്രീസ് ആവും. നമുക്കിങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്കിത് പല ബേക്കറികൾക്കും പിന്നീട് ഏതെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് നമുക്ക് കിട്ടും. കല്യാണങ്ങൾ അല്ലാന്നുണ്ടെങ്കിലും എന്തെങ്കിലും
വേറെ എൻഗേജ്മെൻറ്റ്സ് അതുപോലുള്ള ഇവൻറ്റ്സിൽ ഇത് എത്തിച്ചു കൊടുക്കണമെങ്കിൽ നമുക്കൊരു വെഹിക്കിൾ കൂടിയേ തീരും. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ സെയിൽസ് അത്രമാത്രം ഇൻക്രീസ് ചെയ്യും. സോ ഇറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു അവർ റവന്യൂ. അപ്പോൾ എക്സ്പെൻസ് എപ്പോഴും എന്തിനു വേണ്ടിയാണ്? ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാവണം. ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താ? ഇൻ ദ ഫോം ഓഫ് പ്രോഫിറ്റ്. എക്സ്പെൻസ് നമ്മളിപ്പോൾ ഒരാൾക്ക് സാലറി കൊടുത്ത് അവിടെ എംപ്ലോയ് ചെയ്ത് അയാൾ നല്ല രീതിയിൽ ജോലി ചെയ്ത് നമുക്ക് അതിൻ്റെ റിട്ടേൺ തരണ്ടേ? അപ്പോൾ ഒരു എംപ്ലോയ് ചെയ്തിട്ട് അയാൾ ഒന്നും തരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ലോസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എക്സ്പെൻസ് ഇസ് ദാറ്റ് പോർഷൻ ഓഫ് ദി കോസ്റ്റ് which has been consumed during the accounting period and has contributed something to the revenue. അപ്പോൾ കോസ്റ്റിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് എക്സ്പെൻസ്. പിന്നീട് ഇതെപ്പോഴും നമ്മൾ മാച്ചിങ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണിത് എക്സ്പെൻസിന് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഈ 5 lakh rupees എടുത്തിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ എഴുതുന്നില്ല, അതിൻ്റെ ഒരു പോർഷൻ മാത്രമല്ലേ എഴുതുന്നുള്ളൂ. കാരണം ആ വർഷം അത് അത്രയും ബെനിഫിറ്റാണ് തന്നിരിക്കുന്നത്. ബാക്കി ഇനി വരും വർഷങ്ങളിലാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത്. സോ അതുകൊണ്ടാണ് കറൻറ്റ് ഇയേഴ്സ് ഇൻകം ഷുഡ് ബി മാച്ച്ഡ് വിത്ത് കറൻറ്റ് ഇയേഴ്സ് എക്സ്പെൻസ്. ഇതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. കറൻറ്റ് ഇയേഴ്സ് എക്സ്പെൻസ് ഓഫ് ഡിപ്രിസിയേഷൻ ഇസ് ഓൺലി ₹50,000. അല്ലാതെ 5 ലക്ഷം കൂടെ എടുത്ത് എഴുതാൻ പറ്റില്ല. പിന്നീട് അതർ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റീസ്, വാട്ടർ ചാർജ്, പിന്നീട് ഇലക്ട്രിസിറ്റി, റെൻറ്റ്, പേറോൾ മീൻസ് സാലറി ആൻഡ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പെൻസിൻ്റെ എക്സാമ്പിൾ. എക്സ്പെൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എൻ എമൗണ്ട് പെയ്ഡ് ഓർ സ്പെൻഡ് regularly towards ongoing business operation to ensure revenue generation. അതായത് എപ്പോഴും നമ്മളൊരു എക്സ്പെൻസ് സ്പെൻഡ് ചെയ്താൽ അതിൽ നിന്ന് എന്തുണ്ടാവണം? റവന്യൂ ജനറേഷൻ ഉണ്ടാവണം. അതായത് സാലറി കൊടുക്കുന്നു, ഇവിടെ സ്റ്റാഫിൻ്റെ സർവീസ് കിട്ടുമല്ലേ, അങ്ങനെ സ്റ്റാഫ് ഉണ്ടായത് നമ്മളുടെ ബിസിനസ് നല്ല രീതിയിൽ പോയി നമുക്ക് എന്ത് തരുന്നു? അത് പ്രോഫിറ്റ് തരുന്നു. അപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിന് റെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഫേവറബിൾ ലൊക്കേഷനിൽ ഒരു ബിൽഡിങ്ങിന് റെൻറ്റ് കൊടുക്കുന്നുണ്ട്, ഒരു നഷ്ടവും ഇല്ല. നമ്മൾ അതിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? വി ക്യാൻ കോൺട്രിബ്യൂട്ട്, ദിസ് എക്സ്പെൻസ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു റവന്യൂ ജനറേഷൻ. ഈ റെൻ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് എന്ത് നമുക്ക് ഉണ്ടാക്കി തരുന്നു? റവന്യൂ ഉണ്ടാക്കി തരുന്നു. അപ്പോൾ ഓരോ എക്സ്പെൻസിനും എന്തുണ്ട്? റവന്യൂയിലേക്കൊരു കോൺട്രിബ്യൂഷൻ തരാൻ സാധിക്കും. അതിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ടിനെയാണ്. അതിന് ഈ വർഷം ഇൻകർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഇൻകർ ചെയ്യുന്നത് മാത്രമേ നമ്മൾ എന്തായിട്ട് കരുതാൻ പാടുള്ളൂ? എക്സ്പെൻസായിട്ട് കരുതാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ടേമിലോട്ട് പോവാം. അതിന് മുന്നേ ഒന്നും കൂടി കോസ്റ്റ് നമ്മൾ സാധാരണ പ്രൈസ് ഫിക്സ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. മുമ്പേ കേക്കിൻ്റെ എക്സാമ്പിൾ വന്നപ്പോഴത്തേക്കും കോസ്റ്റ് എന്ന് പറയുന്നത് 21,500 ആണ്. അങ്ങനെ ഒരു കേക്കിന് 215 രൂപയെന്ന് മനസ്സിലാക്കി. അപ്പോൾ 215 രൂപയാണ് നമ്മുടെ കോസ്റ്റ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റൂ. അപ്പം അതാണ് പ്രൈസ് ഈസ് ഓഫൻ ലിങ്ക് ടു കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്. എക്സ്പെൻസ് ആണെങ്കിൽ എവിടെ കാണിക്കേണ്ടയാ? ഇറ്റ് വിൽ ഷോപ്പ് ഓൺ യുവർ ബിസിനസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്. എക്സ്പെൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ട ഒരു ഐറ്റമാണ്. വെറസ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് കോസ്റ്റ്. അതാണ് കോസ്റ്റും എക്സ്പെൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അല്ലാത്ത ഡിഫറൻസ് ഞാൻ മെൻഷൻ ചെയ്തല്ലോ, അതെല്ലാം അല്ലാത്ത ഡിഫറൻസുകൾ. അപ്പോൾ എന്താണ് കോസ്റ്റ്, എന്താണ് എക്സ്പെൻസ് എന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഈവൻ ദോ വി യൂസ് ഇറ്റ് ഇൻ്റർചേഞ്ചബിളി, both are not synonyms. There is some difference between cost and expense. ഇനി അടുത്തതിലോട്ട് പോവാം. അടുത്തത് ലോസ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലോസ് വരാറുണ്ട്. എങ്ങനെയാണ് ലോസ് വരുന്നത്? എപ്പോഴാണ് ലോസ് വരുന്നത്? വെൻ എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് ഓവർ ഇൻകം വി വിൽ ഇൻകർ ലോസ്. അതായത് എക്സ്പെൻഡിച്ചർ കൂടി നിൽക്കും ഇൻകത്തിനെക്കാട്ടിൽ. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ലോസ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ലോസിനെ എന്തെന്ന് പറയാം? Loss is that portion of the cost which has been consumed during the current accounting period but has not contributed anything to the revenue. അതായത് ഈ എക്സ്പെൻസ് കൂടുമ്പോഴല്ലേ ലോസ് സംഭവിക്കുന്നത്. ഇൻകത്തിനെക്കാട്ടിൽ എക്സ്പെൻസ് കൂടുമ്പോഴാണ് ലോസ് സംഭവിക്കുന്നത്. എക്സ്പെൻസ് ഇൻകർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞ് നമുക്ക് അതിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ കിട്ടും, റവന്യൂ ജനറേഷൻ ഉണ്ടാവുമെന്ന്. പക്ഷേ റവന്യൂ ജനറേഷൻ തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ എക്സ്പെൻസുകളൊക്കെ നമ്മൾ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്തു, നമ്മൾ നല്ല ലൊക്കേഷനിൽ റെൻറ്റഡ് ബിൽഡിംഗ് ഹൈ റെൻറ്റ് കൊടുത്തെടുത്തിട്ടിരിക്കുന്നു, ബാക്കിയുള്ള എക്സ്പെൻസ് എല്ലാം അതേ ഇൻഷുറൻസ് പ്രീമിയം നല്ല രീതിയിൽ പേ ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മുടെ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ ഈ എക്സ്പെൻഡിച്ചറിന് തക്ക റവന്യൂ ജനറേഷൻ അവിടെ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും? അവിടെയാണ് ലോസ് വരുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് അവർ എക്സ്പെൻഡിച്ചർ will not contribute anything to our revenue, then loss will arise. അപ്പോൾ ലോസിനെ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ. അല്ലാന്നുണ്ടെങ്കിൽ ലോസ് ഇസ് ദ എമൗണ്ട് ഓഫ് മണി ദറ്റ് കമ്പനി ലോസ് ഡ്യൂറിങ് ദി പീരീഡ്. ഇറ്റ്സ് ദി നെഗറ്റീവ് എമൗണ്ട് ഓഫ് ക്യാഷ് ദാറ്റ് ഇസ് ലെഫ്റ്റ് ഓവർ ആഫ്റ്റർ ഓൾ എക്സ്പെൻസസ് ഹാവ് ബീൻ പെയ്ഡ്. നെഗറ്റീവ് ബാലൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്? ലോസ്.
ഇപ്പോൾ ലോസ് മനസ്സിലായെന്ന് വിചാരിക്കും. പല ടൈപ്പ് ഓഫ് ലോസ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ലോസ് പിന്നീട് അതായത് നമ്മുടെ നോർമൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ലോസ് എന്ന് പറയും. പിന്നീട് ലോസ് ഡ്യൂ ടു തെഫ്റ്റ്, ആക്സിഡൻറ്റ്, ഇതെല്ലാം ലോസസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോസസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഐറ്റം നോക്കാം. അടുത്ത ടേം ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളിത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ് എക്സ്പെൻഡിച്ചർ എന്താണെന്ന്. ദർ ആർ 2 types of expenditure. One is capital expenditure and the other one is revenue expenditure. Capital expenditure എന്ന് പറഞ്ഞാൽ എന്താണ്? It's the amount spent for acquiring an asset or for increasing the value of an existing asset or by increasing the earning capacity of the business. നമ്മൾ ഏതെങ്കിലും ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്താൽ, അതായത് ഒരു അസറ്റ് വാങ്ങാൻ മണി സ്പെൻഡ് ചെയ്താലും, അല്ലാന്നുണ്ടെങ്കിൽ ഈ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മണി സ്പെൻഡ് ചെയ്താലും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി ഒരു അസറ്റ് പർച്ചേസ് ചെയ്താലും എല്ലാം ഇതിനെ എന്തെന്നാണ് നമ്മൾ പറയാറുള്ളത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നു. നമ്മളൊരു പുതിയ വാൻ വാങ്ങുന്നു ഡെലിവറി പർപ്പസിന് വേണ്ടി, അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അസറ്റ്. അല്ലെങ്കിൽ അത് നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടത്തില്ലേ. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഈസിലി അപ്രോച്ചബിൾ ആയിരിക്കും കസ്റ്റമേഴ്സിന്. എത്ര ദൂരെയുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ, സ്വന്തമായിട്ടിട്ട് ഒരു വാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗീ കേക്ക്സ് സപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പം കൊല്ലത്ത് നിന്ന് നമുക്ക് ട്രിവാൻഡ്രം വരെ എത്തിക്കാനൊക്കെ സാധിക്കും, അല്ലെങ്കിൽ ആലപ്പുഴ വരെ എത്തിക്കാനൊക്കെ സാധിക്കും നമുക്കിങ്ങനെ ഒരു വാൻ ഉണ്ടെങ്കിൽ. ഇറ്റ് വിൽ ഇൻക്രീസ് ദി ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. അതിനുവേണ്ടി എന്ത് എമൗണ്ട് ചിലവാക്കിയാലും അതിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒരു വർഷം മാത്രമല്ല കിട്ടുന്നത്. ഇറ്റ്സ് ബെനിഫിറ്റ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. ഒരു വാൻ വാങ്ങിയാൽ ഒരു വർഷമല്ലല്ലോ ഉപയോഗിക്കുന്നത്. യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ നിയർലി 10 years. അപ്പോൾ അത്രയും വർഷമായിട്ട് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് റിസീവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇത് ഏകദേശം നമ്മുടെ കോസ്റ്റ് പോലാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതാണ്, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ നിലനിൽക്കില്ല. അതായത് നമ്മൾ യൂട്ടിലിറ്റീസിന് കൊടുക്കുന്ന റെൻറ്റ്, വാട്ടർ ചാർജസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ദെൻ സാലറി, ഇതൊക്കെയാണ് ഏത് എക്സ്പെൻഡിച്ചർ? റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ മീൻസ് എക്സ്പെൻഡിച്ചർ ഫോർ ദി ഡേ ടു ഡേ operations of the business such as purchase of goods, then purchase of raw materials, payment of salary, payment of insurance premium. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെച്ചേക്കണം. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഇനി അടുത്തയിലോട്ട് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി കണ്ടതാണ് എന്താണ് കോസ്റ്റിംഗ് എന്ന്. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക് ഓഫ് അസർട്ടൈനിങ് ദി കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. അതായത് നമ്മൾ ആ 100 കേക്കിൻ്റെ കോസ്റ്റ് കണ്ടുപിടിച്ച രീതി ഉണ്ടല്ലോ, കണ്ടുപിടിച്ച് 21,500 എത്തിയില്ലേ. മെറ്റീരിയൽ കോസ്റ്റ് ഇത്ര രൂപയാവും, ലേബർ കോസ്റ്റ് ഇത്ര രൂപയാവും, പിന്നീട് ഓവർ ഹെഡ്സ് ഇത്ര ആവും എന്ന് കണ്ടുപിടിച്ച് ആ 21,500 എന്ന് അറൈവ് ചെയ്ത ആ പ്രോസസ്സിന് പറയുന്നതാണ് എന്ത്? കോസ്റ്റിംഗ്. അതാണ് കോസ്റ്റിംഗ് ഇസ് ദ ടെക്നിക് ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് or rendering a service. It's a process of classification, recording and appropriate allocation of expenditure for the determination of cost of the product or service. അപ്പോൾ നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്ത് ഡയറക്റ്റ് മെറ്റീരിയലിനും ലേബറിനും ഓവർ ഹെഡ്സ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അതിനെ റെക്കോർഡ് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത്, ഈ അലോക്കേഷനൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ചിലപ്പോൾ നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പല ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണും. തുടക്കത്തിലൊരു ആദ്യം റോ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നീട് ഇതെല്ലാം മിക്സ് ചെയ്യുന്നൊരു മിക്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും, പിന്നീട് ഇത് ബേക്ക് ചെയ്യുന്നൊരു ബേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും, പിന്നീട് ഇത് പാക്ക് ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് കാണും. അപ്പോൾ ഇവിടെ എല്ലാം എത്ര കോസ്റ്റായി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് കോസ്റ്റ് കൂടുതൽ ഇൻകർ ചെയ്തതെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അതിന് വരും സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിനെ പല ടൈപ്പ് ഓഫ് കോസ്റ്റ് ഉണ്ട്, അതിനെ ക്ലാസിഫൈ ചെയ്യുക. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനെ റെക്കോർഡ് ചെയ്യുക, പിന്നീട് അതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. It's a determination of an actual cost of an article or services after adding different expenses incurred in various departments. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകർ ചെയ്ത എല്ലാ എക്സ്പെൻസും കൂടെ ആഡ് ചെയ്ത് ഫൈനൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. പിന്നീട് ഡെഫിനേഷൻ. ഇറ്റ്സ് എ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇറ്റ്സ് എ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. Then the term technique consists of an
എ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ബൈ വിച്ച് ദ കോസ്റ്റ് ഇസ് അസർടൈൻഡ്. ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യേണ്ട എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ട ആ രീതിയാണ്. അതൊക്കെ നിങ്ങൾ പഠിക്കും, ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ഒക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. കോസ്റ്റിംഗ് ഇസ് ദി പ്രോസസ് ഓഫ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ടെക്നിക്ക് ഓഫ് അസർടൈനിങ് ദ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ്. നമ്മൾ ആ കണ്ടുപിടിച്ച കേക്കിൻ്റെ ആ കോസ്റ്റ്, അത് കണ്ടുപിടിച്ച ആ രീതിയാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കോസ്റ്റിനെക്കാട്ടി കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. ഇവിടെ കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. കോസ്റ്റ് അക്കൗണ്ടിങ് കേൾക്കുമ്പോൾ ഏകദേശം ഒരുപോലെ തോന്നാം, പക്ഷേ കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതെന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ദ റെക്കോർഡിംഗ് ഓഫ് എക്സ്പെൻസസ്. അതായത് എന്തിനെ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്? എക്സ്പെൻസുകളെ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. കോസ്റ്റിങ്ങിലും അതുപോലെ തന്നെയായിരുന്നു. റെക്കോർഡിംഗ് ഓഫ് എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് ഓഫ് സർവീസ്. ഏകദേശം കോസ്റ്റിംഗ് പോലെ തന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. Then it is done in such a manner that the expenses are accumulated. എല്ലാ എക്സ്പെൻസിനെയും അക്യുമുലേറ്റ് ചെയ്ത്, അതായത് ആ കേക്കിൻ്റെ കാര്യം നോക്കുമ്പം മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർ ഹെഡ്സ് ഇതിനെല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്തു. പിന്നീട് ഇതിനെ റെക്കോർഡ് ചെയ്തു, ഇത് പലതായിട്ട് ക്ലാസിഫൈ ചെയ്ത് അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ്. അതായത് അതിനെ അക്യുമുലേറ്റ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റിൻ്റെ മാത്രമല്ല, സർവീസ് റെൻഡർ ചെയ്യുന്നതിനും കോസ്റ്റ് ഉണ്ടാവും. അതിനെല്ലാം റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് അലോക്കേറ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്താലേ നമ്മുടെ ഡിസൈർഡ് ലെവൽ ഓഫ് ആക്യുറസി നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് വിച്ച് ബിഗിൻസ് വിത്ത് recording of expenses and ends with the preparation of periodical statements and report for ascertaining cost. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എവിടെ തുടങ്ങുമെന്നാണ് പറയുന്നത്? ആദ്യം എക്സ്പെൻസുകളെല്ലാം റെക്കോർഡ് ചെയ്തെടുക്കുക, അതൊരു പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലാക്കിയിട്ട് ഫൈനലി ഇതാണ് കോസ്റ്റ് എന്ന് കാണിച്ചു കൊടുക്കുന്ന ആ രീതിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. It's a repetition then is a process of recording, classifying, allocating and reporting various costs incurred in the operation of an enterprise. കോസ്റ്റിനെ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് അലോക്കേറ്റ് ചെയ്ത് അത് പിന്നീട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റൂ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇപ്പോൾ ഡിസിഷൻ എടുക്കണമെങ്കിൽ അവർക്ക് കാര്യങ്ങൾ അറിയണ്ടേ. അപ്പോൾ അറിയാൻ വേണ്ടി ഒരു കോസ്റ്റ് അക്കൗണ്ടിൻ്റെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഡേറ്റയാണ് എന്ത്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ കാണും? ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ഇൻവോൾവ് ചെയ്ത് എല്ലാ കോസ്റ്റും റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് അലോക്കേറ്റ് ചെയ്ത് ആരെ ഏൽപ്പിക്കുകയാണ്? ടോപ്പ് മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് ആ റിപ്പോർട്ട് വായിച്ച് നോക്കിയിട്ടാണ് ടോപ്പ് മാനേജ്മെൻറ്റ് ഓരോ ഡിസിഷൻ എടുക്കുന്നത്. എത്ര രൂപ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിലേതാണ് ചിലപ്പോൾ നോക്കുമ്പോഴേക്ക് കോസ്റ്റ് കൂടുതലായിരിക്കും. ഈ കോസ്റ്റിന് മെറ്റീരിയൽ കോസ്റ്റ് കൂടുതലായിരിക്കും, ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് അവർ ചിന്തിക്കും. അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് കൂടുതലാണെന്ന് തോന്നും, അപ്പോൾ എങ്ങനെ ഈ ലേബർ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാമെന്ന് ചിന്തിക്കും. അപ്പോൾ അതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ. ഇനി അടുത്ത ഒരു ടേമും കൂടെ ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടൻസി. കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി ഏറ്റവും ബ്രോഡറായിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് കോസ്റ്റ് അക്കൗണ്ടൻസി. കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഇതെല്ലാം കോസ്റ്റിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും എല്ലാം കൂടെ ചേരുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടൻസി. ഓക്കെ, സോ കോസ്റ്റ് അക്കൗണ്ടൻസി ഈസ് എ വൈഡർ ആസ്പെക്ട് ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്. സോറി, വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടൻസി? ഇറ്റ്സ് ദി അക്കൗണ്ടിങ് ഓഫ് കോസ്റ്റ് ആൻഡ് റവന്യൂ. ഇപ്പോൾ ഇവിടെ നോക്കേ, ഇതുവരെ നമ്മൾ എന്ത് മാത്രമേ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ? കോസ്റ്റ് മാത്രമേ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അക്കൗണ്ടൻസി വന്നപ്പോൾ എന്തും കൂടെ അക്കൗണ്ട് ചെയ്യാൻ തുടങ്ങി? റവന്യൂ. അപ്പോൾ റവന്യൂ കൂടെ അക്കൗണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ കോസ്റ്റും റവന്യൂ ഉണ്ടെങ്കിൽ നമുക്കത് കമ്പയർ ചെയ്ത് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. So cost accountancy is the accounting of cost and revenue by applying the cost accounting principles and methods for controlling the cost and ascertaining the profitability. ഇവിടെ രണ്ട് ഒബ്ജക്റ്റീവ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഒന്ന്, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യാം, എന്തും അസർട്ടൈൻ ചെയ്തെടുക്കാൻ പറ്റും, പ്രോഫിറ്റബിലിറ്റി. കാരണം എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കോസ്റ്റും റെക്കോർഡ് ചെയ്യും, റവന്യൂ ഇൻകം റെക്കോർഡ് ചെയ്യും. സോ this will provide as information to control the cost and it helps us to ascertain the profitability also. So the term cost accounting is wider and broader in coverage than cost accounting. കാരണം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് മാത്രമേ ഉള്ളൂ? റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലും ഉണ്ട്? റെക്കോർഡിംഗ് ഓഫ് റവന്യൂ ഉണ്ട്, പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുവഴി നമുക്ക് എന്ത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും എല്ലാം സാധിക്കും. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് ഓഡിറ്റ്. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ.
ഇതെല്ലാം കറക്റ്റ് തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് പേഴ്സണൽ ഫോർ ദി പേർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇതുകൂടാതെ ഈ ഇൻഫർമേഷൻ എല്ലാം ആരുടെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും? ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും. അതനുസരിച്ച് അവർ ഓരോ ഡിസിഷൻസും എടുക്കും. പിന്നെ ഒരു ഡെഫിനേഷനാണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ടു ദി സയൻസ്, ആർട്ട് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് control and ascertainment of profitability, as well as presentation of information for the purpose of managerial decision making. ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. ഇറ്റ്സ് ഈ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യും, മെത്തേഡ്സും ടെക്നിക്കും എല്ലാം അപ്ലൈ ചെയ്ത് കോസ്റ്റ് കൺട്രോളിന് സഹായിക്കും, പിന്നെ പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യാനും സഹായിക്കും. എന്നിട്ട് ഈ റിപ്പോർട്ട് ആരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും? ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനും സാധിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 ടേംസാണ് ഈ പാർട്ടിൽ നോക്കിയത്. ഏതൊക്കെയാണ്? കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടൻസി. ഈ 3 ടേമിലും ഏറ്റവും വൈഡർ ആസ്പെക്റ്റ് ഏതാണ്? കോസ്റ്റ് അക്കൗണ്ടൻസിയാണ്. കാരണം കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ നമ്മൾ കോസ്റ്റും റവന്യൂവും റെക്കോർഡ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് കോസ്റ്റ് ആൻഡ് വിച്ച് ഹെൽപ്സ് ഇൻ കോസ്റ്റ് കൺട്രോൾ. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് പ്രോഫിറ്റബിലിറ്റി. അത്രയും കാര്യം ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. നമ്മളിത്ര ഡിസ്കസ് ചെയ്ത മെയിൻ പോയിൻറ്റ്സ്. വൺ ഇസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് കോമൺലി ഡിഫൈൻഡ് ആസ് എ സാക്രിഫൈസ് റിസോഴ്സസ് ഫോർ എ പെർട്ടിക്കുലർ തിങ്. എന്തോ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്ത റിസോഴ്സാണ്. അപ്പോൾ കേക്ക് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്ത് എത്ര രൂപയാണ്? 21,500 rupees നമ്മൾ സാക്രിഫൈസ് ചെയ്തത്. എന്തിനു വേണ്ടിയാണ്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. കേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്ത എമൗണ്ടാണ് 21,500. ഒരു ദിവസത്തെ കാര്യമാണ് ആ എക്സാമ്പിളിൽ പറഞ്ഞത്. കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ആ കോസ്റ്റ്, അതായത് ആ 100 കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കോസ്റ്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്തു എന്ന് കാണിക്കുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഏകദേശം ഇതുപോലെ തന്നെ റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ്, പിന്നീട് ക്ലാസിഫൈങ്, അലോക്കേറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. അതിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നീട് ലാസ്റ്റ് വൺ ഇസ് കോസ്റ്റ് അക്കൗണ്ടൻസി. കോസ്റ്റ് അക്കൗണ്ടൻസി ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണ്? ഒരു ബ്രോഡ് ആസ്പെക്റ്റാണ്. എല്ലാം ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കോസ്റ്റും റവന്യൂവും നമ്മൾ അക്കൗണ്ട് ചെയ്യും. അതുമൂലം നമുക്ക് ടോട്ടൽ കോസ്റ്റ് അറിയാൻ സാധിക്കും, ടോട്ടൽ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വി വിൽ ബി ഏബിൾ ടു ascertain the profitability and the information can be reported or presented to the top management for making further decisions. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇത്രയും ടേംസ് നല്ല രീതിയിൽ ആ ബേസ് മനസ്സിലാക്കി തന്നെ പോകണം. ഇനിയും ധാരാളം ടേംസ് ഉണ്ട്, അത് അടുത്ത വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തരും. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച ഇത്രയും ടേംസ് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. അത് നമ്മൾ നോക്കിയത് ടേംസ് എന്ന് പറയുന്നത് one is cost, then expense, then about loss, then about expenditures. There are 2 types of expenditure, capital and revenue. Then we have discussed about costing, and then cost accounting and cost accountancy. ഇത്രയും ടേംസ് ഫെമിലിയർ ആയിരിക്കണം. ഓക്കെ, then thank you.